أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. والله الذي أرسل الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ ഈ ഇരുത്തത്തെ അവൻ സ്വീകരിക്കുന്ന ഒരമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള തൽപരതയും ഇതിനോടുള്ള ഇഷ്ടവും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സവിശേഷ കുടുംബം എന്ന് പറയുന്നവരാണ് ഖുർആനിനെ സ്നേഹിക്കുന്നവർ, അത് പഠിക്കുന്നവർ. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഭയം അള്ളാഹു ദൂരീകരിച്ച് എല്ലാവർക്കും നിർഭയത്വവും സമാധാനവും സുരക്ഷിതത്വവും അവൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തിറിലെ 4 മുതൽ 7 വരെയുള്ള ആയത്തുകളായിരുന്നു നമ്മൾ പഠിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിനെ മക്കയിലെ മുശ്രിക്കുകൾ നിരന്തരമായി ശല്യപ്പെടുത്തുകയും പ്രവാചകനെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹു പ്രവാചകനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ അന്ന് ആദ്യം പറഞ്ഞത്. നബിയെ, അവർ നിങ്ങളെ കളവാക്കുന്നുവെങ്കിൽ താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരെയും അവർ നിഷേധിച്ചിട്ടുണ്ട്. സാരമില്ല, എല്ലാ കാര്യങ്ങളുടെയും അടക്കം അള്ളാഹുവിലേക്കാണ്. ആരാണ് സത്യവാൻ എന്ന് അന്ന് ബോധ്യപ്പെടും, നിഷേധി ആരാണെന്നും അന്ന് ബോധ്യപ്പെടും. പിന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ ഒരു ഉണർത്തലാണ്. ജനങ്ങളെ, നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. ഈ ലോകം നിങ്ങളെ വഞ്ചിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ കൊടിയ വഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാൻ പാടില്ല. നിങ്ങൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ന ശൈത്വാന ലക്കും മദുവ്, പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്. അതുകൊണ്ട് നിങ്ങളും പിശാചിനെ ശത്രുവായി തന്നെ കാണണം. എന്തുകൊണ്ടെന്നാൽ അവൻ തൻ്റെ കക്ഷിയെ നരകത്തിൽ എത്തിച്ചേരാനാണ് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിഷേധികളായ ആളുകൾക്കാണ് കഠിനമായ ശിക്ഷ. സത്യവിശ്വാസികളും അതേപോലെ തന്നെ സൽക്കർമ്മം ചെയ്തവരുമായ ആളുകൾ, അവർക്കാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും വമ്പിച്ച പ്രതിഫലവും എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് 8-ാമത്തെ ആയത്ത്. അതായത് പിശാചിൻ്റെ സ്വാധീനത്തിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ, അവൻ എന്ത് തെറ്റ് ചെയ്താലും അത് നന്നായിട്ട് അവനിക്ക് തോന്നുക. വലിയ അബദ്ധമാണ് അവൻ ചെയ്യുക. പക്ഷേ ആ ചെയ്യുന്ന തിന്മയെ പിശാചി നിരന്തരം അവൻ്റെ ഒരു നന്മയായി തോന്നിപ്പിച്ചു കൊടുക്കും.
ആ കാര്യത്തിൽ അവൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം. നോക്കിക്കൊള്ളൂ. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. ശ്രദ്ധിക്കുക. അഫമൻ, മൻ എന്ന് പറഞ്ഞാൽ എന്താ? ആര് എന്നാണ്. ഫമൻ എന്ന് പറഞ്ഞാലോ അപ്പോൾ ഒരാൾ, ഏതൊരുവൻ. അഫ എന്ന് വരുമ്പോൾ ആ എന്ന് പറഞ്ഞാൽ അത് ഹംസത്തുൽ ഇസ്തിഫാമാണ്, ചോദ്യത്തിന്റെ ഒരു അക്ഷരമാണ്. അപ്പോൾ ഏതൊരുവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഏതൊരുവനാണ് എന്ത്? സുയ്യിന ലഹു, അവന് അലങ്കാരമായി, ഭംഗിയായി, അലങ്കൃതമായി, മനോഹരമായി അനുഭവപ്പെടുന്നു. സുയ്യിന ലഹു, അവനിക്ക് മനോഹരമായി അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അവനത് അലങ്കൃതമാക്കപ്പെടുന്നു, അവനത് ഭംഗിയാക്കപ്പെടുന്നു. എന്ത്? സൂഉ അമലിഹി, അവന്റെ ദുഷിച്ച കർമ്മങ്ങൾ. തന്റെ ദുഷിച്ച കർമ്മത്തെ ആർക്കാണ് സുന്ദരമായി അനുഭവപ്പെടുന്നത്? അങ്ങനെയുള്ളവൻ. നോക്കൂ, ഫറആഹു, എന്നിട്ട് ആ കർമ്മത്തെ, ദുഷിച്ച കർമ്മത്തെ അവൻ കാണുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ കാണുകയും ചെയ്തു. എങ്ങനെ? ഹസന, നല്ലതായിട്ട്. പിന്നെ ചെയ്യുന്നത് ദുഷിച്ച കർമ്മമാണ്, തിന്മമാണ്. പക്ഷെ അതവനിക്ക് നല്ലതായിട്ടാ തോന്നുക. അവൻ പറയുന്നു, ഞാൻ ഈ ചെയ്യുന്ന കാര്യം നല്ലതാണ്. നമ്മൾ സൂറത്തുൽ കഹ്ഫ് അവസാന ഭാഗത്ത് ഇങ്ങനെ നിങ്ങൾ പഠിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താണത്? ഖുൽ, നബിയെ പറയുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, അല്ലേ? കർമ്മങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടവർ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുക. അതാരാണ് കർമ്മങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടവർ? കർമ്മം കൊണ്ട് ഒരു പ്രതിഫലവും ലഭിക്കാത്ത പരാജിതരായ മനുഷ്യന്മാരാരാണ്? അള്ള പറയാണ്, അത് അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുന്യ, അല്ലെ? ഈ ജീവിതത്തിൽ അവരുടെ കർമ്മങ്ങൾ അവർക്ക് പിഴച്ചു പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷേ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, പക്ഷേ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും നല്ലതാണ്, നല്ലതല്ലേ എന്നാ ചോദ്യം. മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ കർമ്മങ്ങൾ അത് പിഴവിലാണ്, അപകടത്തിലാണ്, നശിച്ചതാ. പക്ഷേ അവരുടെ വിചാരം എന്താണ്? ചെയ്യുന്നത് നല്ലതാണെന്നാണ്. സത്യത്തിൽ ഈ വിഭാഗത്തിനാണ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. അവരാണ് തികഞ്ഞ പരാജിതരും നഷ്ടക്കാരും എന്ന് അള്ളാഹു പറയാം. അതേപോലെയാണ് ഇവിടെയും നമ്മൾ പറയാം. അത് ആശ്രയമാണ്. അഫമൻ സുയ്യിന ലഹു, അപ്പോൾ ഏതൊരുത്തനാണ്, അല്ലെ, അവന് ഭംഗിയാക്കപ്പെടുന്നു എന്ത്? സൂഉ അമലിഹി, അവന്റെ വൃത്തികെട്ട കർമ്മങ്ങൾ. ഫറആഹു, പക്ഷേ അവൻ കാണുകയും ചെയ്തു ആ കർമ്മത്തെ, ഹസന, വളരെ നല്ലതായിട്ട് അവൻ കാണുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യുളില്ലു, അവൻ വഴികേടിലാക്കുന്നു. അല്ലല്ല യുളില്ലു എന്ന് പറഞ്ഞാൽ എന്താണ്? വഴികേടിലാക്കുന്നു. ആരെ? മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ, ഇച്ഛിക്കുന്നവരെ. പിന്നെയോ വയഹദി, അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. മയ്യശ, അവൻ ഉദ്ദേശിക്കുന്നവരെ. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലരെ അള്ളാഹു നന്നാക്കുന്നു, വേറെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലരെ വടക്കാക്കുന്നു. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യുക്തിവാദികൾ പറയില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? ഏതൊരു മനുഷ്യനാണ് അവൻ, അല്ലെ, വിശ്വാസിയായി ആത്മാർത്ഥതയോടെ ഹക്കിനെ ഇഷ്ടപ്പെടുകയും നേരിന്റെ മാർഗത്തിൽ ചലിക്കാൻ ഉദ്ദേശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ആരോ, അവനെക്കുറിച്ച് അള്ളാഹുവിന് അറിയാം. അല്ലേ? ഏതൊരു പ്രവർത്തനത്തെക്കുറിച്ചും ആത്യന്തികമായ വിവരം ആർക്കാണുള്ളത്? അള്ളാഹുവിനാ ഉള്ളത്. അല്ലേ? അത് സംബന്ധമായ ഉദ്ദേശം അള്ളാഹുവിനുണ്ട്, മശീഅത്ത് അള്ളാഹുവിനുണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ അള്ളാഹു എന്ത് ചെയ്യും? നേരിലേക്ക് എളുപ്പം നൽകുമെന്നായി പറഞ്ഞത്. അള്ളാഹു തോന്നുന്ന കുറെ ആൾക്കാരെ പിടിച്ചിട്ട് അള്ളാഹു എന്ത് ചെയ്യുന്നു? ഹിദായത്ത് കൊടുക്കുന്നു. വേറെ ചിലരെ പിടിച്ചിട്ട് അള്ളാഹു വഴിക, അങ്ങനെയല്ല. ഇനി ഏതൊരു മനുഷ്യനാണ് ധിക്കാരത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കുന്നത്? ആരാണ് അംഗീകരിക്കാൻ തയ്യാറാവാത്തത്? ആരാണ് നിഷേധി? ആരാണ് പിടിവാശിക്കാരൻ? അല്ലേ? ആരാണ് സത്യത്തിനെതിരെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്? ആരാണ് ജനങ്ങളെ ഹക്കിൽ നിന്ന് തടയുന്നത്? അങ്ങനെയുള്ള മനുഷ്യന്മാർ, അവരെ കുറിച്ച് അള്ളാഹുവിന് അറിയാം. അപ്പോൾ അവരെ എന്തിലേക്ക്? അള്ളാഹു എളുപ്പത്തിൽ വഴികേടിലേക്ക് അള്ളാഹു അവരെ നയിക്കുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ അവനവൻ തന്നെയാണ് അവനെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുന്നത് എന്നർത്ഥം. ഫലാ തളിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് അക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. അള്ളാഹു അല്ല, അള്ളാഹു ഒട്ടുമേ അനീതി ചെയ്യില്ല എന്നർത്ഥം. പിന്നെ നോക്കൂ,
അതുകൊണ്ട് നബിയെ ഫലാ തദ്ഹബ് നഫ്സുക, അല്ലേ, താങ്കൾ ഫലാ തദ്ഹബ് പോക്കാതിരിക്കുക, താങ്കൾ പോക്കാതിരിക്കുക നഫ്സുക തങ്ങളുടെ ജീവനെ എന്ന് പറഞ്ഞാൽ ആ നിഷേധികളായ മനുഷ്യന്മാരെ കുറിച്ച് അവിടുന്ന് ജീവൻ കളയണ്ട. ഫലാ തദ്ഹബ് നഫ്സുക, അങ്ങ് അവിടുത്തെ ജീവൻ ആത്മാവിനെ ആ കളയാതിരിക്കുക, നഷ്ടപ്പെടുത്താതിരിക്കുക, പോക്കാതിരിക്കുക. എന്തിന്? അലൈഹിം അവരെ ഓർത്ത്. ആരെ ഓർത്ത്? നിഷേധികളായ ആളുകളെ ഓർത്തിട്ട് ജീവൻ കളയണ്ട എന്നർത്ഥം കേട്ടോ. ഹസറാത്തിൻ അങ്ങേ അറ്റത്തെ ദുഃഖത്താൽ. നമ്മൾ സൂറത്തുൽ കഹ്ഫ് പഠിക്കുമ്പോൾ 6-ാമത്തെ ഒരു ആയത്തുണ്ട്, നിങ്ങൾക്കറിയാം. ഫല അല്ലക എന്ന് പറഞ്ഞ ഫല അല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം, അല്ലേ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ ജീവനെ കളഞ്ഞേക്കും. എന്തിന്? എന്തിന്? അലാ ആസാരിഹിം അവരുടെ പിന്നാലെ നടന്ന്, ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ, ഈ സന്ദേശത്തെ അവർ ഉൾക്കൊള്ളുന്നില്ലോ, വിശ്വസിക്കുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ജീവൻ കളഞ്ഞേക്കും. അതിന്റെ ആവശ്യമില്ല, പറഞ്ഞാൽ മതി. വിശ്വസിക്കുക അവരുടെ ബാധ്യതയാണ്, പറയുക എന്നതാണ് നിങ്ങളുടെ ബാധ്യത. മനസ്സിലായില്ലേ? അതുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഫലാ തദ്ഹബ് നഫ്സുക, താങ്കളുടെ ജീവനെ താങ്കൾ നഷ്ടപ്പെടുത്താതിരിക്കുക, പോക്കാതിരിക്കുക. ഹസറ അലൈഹിം അവരെ ഓർത്ത്, ഹസറാത്തിൻ കൊടിയ ദുഃഖത്താൽ, അങ്ങേയറ്റത്തെ ദുഃഖത്താൽ. വിശ്വാസികൾ ആകുന്നില്ല എന്ന നിലക്ക് പിശാചിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ടു പോയി എന്നതുകൊണ്ട് നിങ്ങൾ വേറെ വളരെ അങ്ങ് കഷ്ടപ്പെടേണ്ട, സങ്കടപ്പെടേണ്ടതില്ല. അതിനെ ഓർത്ത് നിങ്ങൾ സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുകയും വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, അലീമും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി തന്നെ അള്ളാഹു അറിയും. ആ കാര്യത്തിൽ അവർക്ക് എന്താണോ വേണ്ടത് അത് അള്ളാഹു നൽകുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഫലാ തദ്ഹബ് നഫ്സുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവനെ പോക്കാതിരിക്കുക, അലൈഹിം അവരെ ഓർത്ത്, ഹസറാത്തിൻ ദുഃഖത്താൽ. ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ. ഇനി അടുത്തത് നമുക്ക് പറയാൻ ഉള്ളത് 9-ാമത്തെ ആയത്ത്. അള്ളാഹു അവന്റെ ഒരു സവിശേഷമായ ദൃഷ്ടാന്തത്തെ, അനുഗ്രഹത്തെ നമുക്ക് പറഞ്ഞു തരികയാണ്. അത് മറ്റൊന്നുമല്ല, മഴയാണ്. എന്താണ്? മഴ അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും അവന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. ഈ മഴയെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു ആഖിറത്തെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതെങ്ങനെയാണെന്നാണ് ഈ ആയത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കൂ എല്ലാവരും. والله الذي أرسل الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور. والله എന്താ അർത്ഥം? അള്ളാഹുവാണ് അല്ലദീ അർസല, ആര്? അയക്കുന്നവൻ. അള്ളാഹുവാണ് അയക്കുന്നത്. എന്തിനെ? റിയാഹ, റിയഹ് എന്ന വാക്കിന്റെ അർത്ഥം കാറ്റ് എന്നാണ്. റിയാഹ് കാറ്റുകളെ അയക്കുന്നവൻ ആരാണ്? അള്ളാഹു. അങ്ങനെ കാറ്റുകളെ അയക്കുമ്പോൾ ഫതുസീറു, ആ കാറ്റുകൾ ഇളക്കി വിടുന്നു, സഹാബൻ മേഘത്തെ. കാറ്റടിക്കുമ്പോൾ മേഘം എന്ത് ചെയ്യും? ഇളകാൻ തുടങ്ങും, അല്ലെ, സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെ ഫസുഖ്നാഹു, അതിനെ നാം നയിക്കുന്നു. സുഖ്ന, സാഖ യസൂഖു, നയിക്കുക എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ. സുഖ്ന, നാം നയിക്കുന്നു. ഹു, ആ മേഘത്തെ. മേഘത്തെ നാം ഇങ്ങനെ കൊണ്ടുപോകുന്നു. അല്ല പറയാണ് അങ്ങോട്ട്. ഇല ബലദിൻ മയ്യത്തിൻ, നിർജീവമായ ഒരു ഭൂമിയിലേക്ക് ഈ കാർമേഘത്തെ നാം ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. എന്താ അള്ളാഹ് ചെയ്യുന്നത്? അള്ളാഹു ആദ്യം കാറ്റടിപ്പിക്കുന്നു, അല്ലെ. കാറ്റടിക്കുമ്പോൾ മേഘങ്ങൾ ഇളകാൻ തുടങ്ങും. ഇളകിയ മേഘങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങും. ഈ സഞ്ചരിച്ചു പോകുന്ന മേഘങ്ങളെ അള്ളാഹു എവിടെ എത്തിക്കുന്നു? ഏതൊരു ഭൂമിയിലാണോ വെള്ളം ആവശ്യമുള്ളത് അതിന് മീതെ ഈ മേഘക്കീറുകളെ, മേഘത്തെ അള്ളാഹു എത്തിക്കുന്നു. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ, മയ്യത്തായ ഭൂമി എന്ന് പറഞ്ഞാൽ, നിർജീവമായ മൃതമായ ഭൂമി എന്ന് പറഞ്ഞാൽ, വരണ്ടുണങ്ങിയ, ഒരില പോലും ഇല്ലാത്ത, ഒരു ചെടി പോലും മുളക്കാത്ത അത്രമേൽ ഉണങ്ങിയ ഒരു ഭൂമി, അതാണ് മൃതമായ ഭൂമി. അതിലേക്ക് അള്ളാഹു എന്തിനെ എത്തിക്കുന്നു? ഈ മേഘത്തെ എത്തിക്കുന്നു. എന്നിട്ടോ ഫഅഹ്യൈന, ആ ഭൂമിയെ നാം ജീവിപ്പിക്കുന്നു, ബിഹി, അത് മുഖേന. ഏത് മുഖേന? ഈ മേഘം അഥവാ മേഘത്തിലൂടെ വരുന്ന മഴ മുഖേന. ബഅദ മൗതിഹ, അത് നിർജീവമായതിന് ശേഷം. നോക്കൂ, ഒരിക്കലും ഒരു ചെടി മുളക്കില്ല എന്ന് ഉറപ്പുള്ള അത്രയും വരണ്ട ഒരു ഭൂമിയിൽ, ഒരു തരിശ് ഭൂമിയിൽ മഴ എത്തുമ്പോൾ ആ മണ്ണ് പിളരാൻ പാകപ്പെട്ട്, അല്ലെ,
എന്താ പറയാ, അന്ന സബബിനൽ മാ സബ്ബ, നമ്മളിങ്ങനെ വെള്ളം ചൊരിച്ച്, തുമ്മ ഷഖഖനൽ അർള ഷഖ, പിന്നീട് ഭൂമി ഇങ്ങനെ പിളർത്തി. എന്തിനാ ഭൂമി പിളർത്തുന്നത്? ആ പുറത്തേക്ക് സ്പ്രൗട്ട് ചെയ്യാൻ അല്ലെ, ആ ചെടികൾ മുളച്ച് വരാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ അള്ളാഹു അവിടെ ഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുന്നു. ആ ഭൂമി മുളപ്പിക്കാൻ പാകമായ രീതിയിൽ ആ ഭാവമാറ്റം സംഭവിക്കുന്നു. അങ്ങനെ ഫഅഹ്യയ്നാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായതിനു ശേഷം ആ ഭൂമിയെ മഴ കൊണ്ട് നാം ജീവിപ്പിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വരണ്ടുണങ്ങിയ ഭൂമിയിൽ സസ്യലലാദികളെ ഉൽപ്പാദിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ മരിച്ച് മണ്ണടഞ്ഞു പോയ മനുഷ്യന്മാരെ ഇതേപോലെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന ഒരു കാര്യം മഴയെ കൊണ്ട് പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അള്ളാഹ് പറയാ, കദാലിക, അപ്രകാരമാണ് നിർജീവമായ ഭൂമിയെ സസ്യമുളപ്പിക്കുന്നതാക്കി മാറ്റുന്ന ആ പ്രവൃത്തി പോലെ തന്നെയാണ് അന്നുഷൂർ. എന്താണ് അന്നുഷൂർ എന്ന് പറഞ്ഞാൽ നശറ, ഒരുമിച്ച് കൂട്ടി ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. യൻഷുറു, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. നുഷൂർ, ഉയർത്തെഴുന്നേൽപ്പിക്കൽ അല്ലെ, പുനരുജ്ജീവിപ്പിക്കൽ. ഇങ്ങനെയാണ് എന്ത് ആഖിറവും സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലോ. അടുത്തത് അള്ളാഹു പറയുന്നത് ഇസ്സത്ത് ആർക്കാണെന്നാ പറയുന്നത്. എന്താണ്? പ്രതാപം, യോഗ്യത, യശസ്, അന്തസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആർക്കാണ്? ഇന്നത്തെ കാലത്തെ ആളുകൾ പറയും, ആർക്കാണ് സമ്പത്ത് അല്ലെ, ആർക്കാണ് സ്വാധീനം, ആർക്കാണ് അധികാരം, ആർക്കാണ് കീഴ്പ്പെടുത്താനൊക്കെ ഉള്ള കഴിവുള്ളത്, ആർക്കാണ് കുടുംബ മഹിമയുള്ളത് അല്ലെ, ഇതിലാണ് അന്തസ്സുള്ളത്. നോക്കൂ, അന്തസ് ആർക്കാന്നാ പറയുന്നത്. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. മൻ കാന, ആരാണ്, യുരീദു, ആഗ്രഹിക്കുന്നത്, അൽ ഇസ്സത്ത, എന്തിനെ, ഇസ്സത്ത്. ഇസ്സത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്തസ് അല്ലെ, പ്രതാപം, യശസ്, കീർത്തി, അതൊക്കെയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫലില്ലാഹി, അള്ളാഹുവിനാണ്, അൽ ഇസ്സത്തു ജമീഅ, സർവ ഇസ്സത്തും ആർക്കാണ്? അള്ളാഹു. ഇസ്സത്ത് പടച്ചവനാണ്. അള്ളാഹുവിന്റെ അധീനതയിലാണ് എന്തുള്ളത്? ഇസ്സത്ത് ഉള്ളത് അല്ലേ. ആ ഇസ്സത്ത് അള്ളാഹ് നമുക്ക് നൽകിയാലോ നമുക്ക് ഇസ്സത്ത് ഉണ്ടാകും. ആ ഇസ്സത്ത് കിട്ടണമെങ്കിൽ അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ചോദിക്കണം, പ്രാർത്ഥിക്കണം, അതനുസരിച്ച് പ്രവർത്തനം നമുക്കുണ്ടാകണം. മനസ്സിലായില്ലേ? നമുക്ക് നല്ല ഈമാനുണ്ട്, നല്ല ഇഖ്ലാസ് ഉണ്ട്, നല്ല കർമ്മങ്ങളുണ്ട്, നല്ല ദിക്റുണ്ട്, സ്വലാത്തുണ്ട് അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരന്തരമായി നമ്മൾ പറയുന്നു, ഒരുപാട് ഒരുപാട് നല്ല വാക്കുകൾ, അതനുസരിച്ചുള്ള നല്ല കർമ്മങ്ങൾ അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയ വിശാലത, പരസ്പരമുള്ള സ്നേഹം, ആർദ്രത, അല്ലെ, അലിവ്, അങ്ങനെ അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നമ്മൾ വരുമ്പോഴാണ് പടച്ചവന്റെ ഇസ്സത്ത് നമുക്ക് കിട്ടുക. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുമ്പോഴാണ് നമുക്ക് ഇസ്സത്ത് കിട്ടുക അല്ലെ. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ സൂറത്തുൽ മുനാഫിഖൂൻ നിങ്ങൾ ഓതിയിരിക്കും. ഇതാണ് യഖൂലൂന ലൈർ റജഅനാ ഇലൽ മദീന. അവര് പറയാ, മുനാഫിഖുകൾ, എന്ത്, ഞങ്ങൾ മദീനയിൽ തിരിച്ചെത്തിയാലോ, ലയുഖ്രിജന്നൽ അസ്സു മിൻഹൽ അദല്ല്, നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രതാപികൾ, അന്തസ്സുള്ള ആളുകൾ, അവിടുത്തെ പതിതന്മാര്, അവിടത്തെ എന്താ പറയാ അന്തസ്സില്ലാത്തവരെ അല്ലെ, നിന്ദരായ ആളുകളെ പുറന്തള്ളുക തന്നെ ചെയ്യൂന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറഞ്ഞതാണ് എന്ത്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ആർക്കാ ഇസ്സത്ത്? അള്ളാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കാ ഇസ്സത്ത് അല്ലെ. അള്ളാഹ് ആ ഇസ്സത്ത് ഒരു മനുഷ്യന് നൽകിയാലോ പിന്നെ അവൻ ഇസ്സത്ത് കിട്ടി, ആളുകളൊക്കെ അവനിക്ക് അന്തസ് വകവെച്ചു കൊടുക്കും. ഇനി അള്ളാഹു വമൻ യുഹിനില്ല, അള്ളാഹ് ഒരു മനുഷ്യന് അന്തസ് കൊടുക്കുന്നില്ലെങ്കിൽ ഫമാലഹു മിൻ മുക്രിം, ഓനിക്കൊരു അന്തസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അതാണ് ഈ പറയുന്നത്. നോക്കൂ, മൻകാന യുരീദുൽ ഇസ്സത്ത, ആര് ഇസ്സത്തിനെ ആഗ്രഹിക്കുന്നുവോ അറിയുക, ഫലില്ലാഹിൽ ഇസ്സത്തു, അള്ളാഹുവിനാണ് ഇസ്സത്ത് ജമീഅൻ, പൂർണ്ണമായും ഉള്ളത്. നോക്കൂ, ഇലൈഹി, അവനിലേക്കാണ്, യസ്അദു അൽ കലിമു ത്വയ്യിബ്. സഹോദരന്മാരെ, അൽ കലിമു ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ ഉത്തമമായ വാക്കുകൾ. എന്താണ്? ഉത്തമമായ നല്ല വാക്കുകൾ കയറിപ്പോകുന്നത് ഇലൈഹി, അവനിലേക്കാണ്. എന്താ ഈ നല്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയുന്ന ഏറ്റവും നല്ല വാക്ക് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഏറ്റവും നല്ല വാക്ക്. പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, ദിക്റുകൾ അല്ലെ, പ്രാർത്ഥനകൾ, ഇതൊക്കെയാണ് എന്ത് നല്ല വാക്ക്. ഇതെവിടെ വരിക? ഇതാരിൽ നിന്നാ വരിക? ഒരു മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് ഇത്ര നല്ല വാക്കുകൾ വരിക. ആ നല്ല വാക്കുകൾ നമ്മൾ പറയുന്നത് എങ്ങോട്ട് കയറിപ്പോകുന്നു? അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നു. പിന്നെയോ, വൽ അമലു സ്വാലിഹ്, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, യർഫഉഹു, ആ വാക്കുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടർത്ഥങ്ങൾ മുഫസ്സിറുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യസ്അദുൽ കലിമു ത്വയ്യിബു,
നല്ല വാക്കുകൾ കയറിപ്പോകുന്നു. വല്ലമലു സാലിഹു സൽക്കർമ്മങ്ങളാണ് യർഫഉ ആ വാക്കുകളെ ഉയർത്തുന്നത്. അപ്പൊ നല്ല കർമ്മങ്ങളാണ് ആ നല്ല വാക്കുകളെ ആകാശത്തിലേക്ക് ഉയർത്തി. അത് ഒരർത്ഥാണ് കേട്ടോ ഇസ്മാൽക്ക. രണ്ടാമത്തെ ഒരു അർത്ഥം എന്താന്ന് പറഞ്ഞാൽ നോക്കൂ, അള്ളാഹുവിലേക്ക് നല്ല വാക്കുകൾ, ഉത്തമമായ വാക്കുകൾ കയറിപ്പോകുന്നു. പിന്നെയോ വല്ലമലു സ്വാലിഹു സൽക്കർമ്മങ്ങളും യർഫഉ അതിനെ അള്ളാഹു ഉയർത്തുന്നു എന്നും ഒരർത്ഥമുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നല്ല കർമ്മങ്ങൾ, നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നു. വല്ലദീന യംകുറൂന സയ്യിആത്ത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കൂ, വല്ലദീന യംകുറൂന സയ്യിആത്തി എന്നാൽ തിന്മകൾ, യംകുറൂൻ മക്കറ യംകുറു എന്നാൽ കുതന്ത്രം പ്രയോഗിക്കുക എന്നാണ്. വല്ലദീന യംകുറൂന സയ്യിആത്തി എന്നാൽ ചീത്തയായ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾ, ലഹും അദാബുൻ ഷദീദ് അറിയണം അവർക്കാണ് എന്തുള്ളത്, കഠിനമായ ശിക്ഷ ഉള്ളത്. കുതന്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കുതന്ത്രം പദ്ധതി ഇട്ടത് എവിടെ വെച്ചായിരുന്നു? മക്കത്തെ ദാറുൻ നദ്വ എന്ന ഒരിടത്ത് വെച്ചിട്ടായിരുന്നു അല്ലെ. അള്ളാഹ് പറയുന്നുണ്ട് അത് അവർ ചെയ്യുന്ന അപ്പോൾ തന്നെ നാം അറിയുന്നുണ്ട്. സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും വധിക്കാൻ വേണ്ടി അവർ പദ്ധതി ഇട്ടു. വമക്കറു മക്കറൻ വമക്കർനാ മക്കറൻ വഹും ലാ യശ്ഉറൂൻ എന്നാണ് അല്ലെ. സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും വധിക്കാൻ വേണ്ടി അവർ പദ്ധതി ഇട്ടു. പക്ഷേ ആ പദ്ധതി ഇട്ട് കൊല്ലാൻ പോകുന്നതിന് മുമ്പ് അള്ളാഹു എന്ത് ചെയ്യുന്നു? അള്ളാഹു അവരെ നശിപ്പിക്കും. അള്ളാഹുവാണ് തന്ത്രം മെനയുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നോക്കൂ, വല്ലദീന യംകുറൂന സയ്യിആത്ത് ചീത്തയായ കുതന്ത്രങ്ങൾ മെനയുന്നവരുണ്ടല്ലോ, ലഹും അദാബുൻ ഷദീദ് അവർക്കാണ് കഠിനമായ ശിക്ഷയുള്ളത്. വമക്റു ഉലൈക അവരുടെ മക്കർ, എന്താ മക്കർ? തന്ത്രം, കുതന്ത്രം. ഹുവയബൂർ അത് നശിക്കുക തന്നെ ചെയ്യും. ഇതാണ് ബാറയബൂറു തിജാറത്തല്ലൻ തബൂർ എന്ന് പറഞ്ഞാൽ നശിക്കാത്ത കച്ചവടം എന്ന് പറയുന്നില്ലേ. അപ്പം അവരുടെ കുതന്ത്രങ്ങൾ നശിച്ചു പോവുക തന്നെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവന് പിശാചി നന്നായി തോന്നിച്ചു കൊടുക്കും അല്ലേ. അവനൊരിക്കലും സത്യത്തെ മനസ്സിലാക്കാനോ നന്മയോ തിന്മയോ വേർതിരിച്ച് ഉൾക്കൊള്ളാനോ കഴിയാത്ത വിധം ആ പിശാചിന്റെ സ്വാധീന വലയത്തിൽ അകപ്പെട്ടു പോവുകയാണ്. അത്തരക്കാരെ അള്ളാഹു ഹിദായത്തിലാക്കില്ല. അത്തരക്കാരെ ഓർത്ത് പ്രവാചകരെ നിങ്ങൾ നിങ്ങളുടെ ജീവൻ കളയുകയും വേണ്ട എന്നാണ് അള്ളാഹു ആദ്യമായിട്ട് പറഞ്ഞത്. രണ്ടാമത്തത് അള്ളാഹുവാണ് കാറ്റുകളെ അയക്കുന്നതും മേഘത്തെ ഇളക്കി വിടുന്നതും അത് നിർജീവമായ ഭൂമിയിലേക്ക് പോകുന്നതും അവിടെ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ സജീവമാക്കുന്നതും ഈ വിധത്തിലായിരിക്കും മരണപ്പെട്ടു പോയ മനുഷ്യരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നും നമ്മൾ മനസ്സിലാക്കി. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത്, ആര് അന്തസ്സ് ആഗ്രഹിക്കുന്നുവോ അന്തസ്സ് അള്ളാഹ് നൽകേണ്ടതാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കണം, വിശ്വാസമായിരിക്കണം മനുഷ്യനുണ്ടാകരുത്. അതല്ലാതെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഫലപ്രദമാകാനോ വിജയിക്കാനോ പോകുന്നില്ല. അവിടെ കുതന്ത്രങ്ങൾ അത്രയും അള്ളാഹു നശിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു പാഠം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ വാക്യങ്ങൾ മനസ്സിലാക്കാനും ഇത് പാരായണം ചെയ്യാനും ഇത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. ശാരീരികവും മാനസികമായ സുഖം, സന്തോഷം ഞങ്ങൾക്കും കുടുംബത്തിനും നീ നൽകണമേ റഹ്മാനെ. ആകെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും സമാധാനം നീ നൽകണമേ റഹ്മാനെ. രക്ഷയും നിർഭയത്വവും നീ നൽകണമേ അള്ളാ. ജോലി നഷ്ടപ്പെട്ടവരും നഷ്ടപ്പെടുന്നവരും ജോലിയുടെ കാര്യത്തിൽ ഭയമുള്ളവരും ഒക്കെയുണ്ട്. എല്ലാവർക്കും അള്ളാഹുവെ സമാധാനം നീ നൽകണമേ റഹ്മാനെ. എല്ലാവർക്കും നീ സന്തോഷം നൽകണമേ അള്ളാ. നിരപരാധികളെ നീ കാക്കണമേ റബ്ബെ. വാലിമീങ്ങളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. നമുക്കും നമ്മുടെയൊക്കെ സമ്പത്തിനും നമ്മുടെ ജീവനുമൊക്കെ സുരക്ഷിതത്വം ഏകിക്കൊണ്ട് നമ്മുടെ ഈ നാടും ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ ഒരുപാട് അങ്ങേയറ്റത്തെ ശ്രദ്ധയാണ് നമ്മുടെ കാര്യത്തിൽ പുലർത്തുന്നത്. അള്ളാഹു അവർക്ക് നീ തികഞ്ഞ ക്ഷമയും അതുപോലെ തന്നെ സ്ഥിരചിത്തതയും അതേപോലെ തന്നെ ബർക്കത്തും ഹൈറും വിജയവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് നീ നന്മ നൽകണമേ റഹ്മാനെ. കാഫിര്യങ്ങളുടെ ലാലിമ്യങ്ങളുടെ ശക്തിയെ നീ ക്ഷയിപ്പിക്കണമേ റഹ്മാനെ. അവരുടെ ശത്രുത, അവരുടെ കുതന്ത്രങ്ങൾ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. ഹക്കിന്റെയും ആളുകളെ നീ വിജയിപ്പിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ പലരും രോഗികളാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു. എല്ലാവർക്കും നീ ശിഫ ആഫിയത്ത് നൽകണമേ റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉൾപ്പെടെ പലരും മരണപ്പെട്ടു പോയി. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
വസല്ലല്ലാഹു അലാ മുഹമ്മദ് വ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി